ഇന്ന് ആലുവ നിയോജക മണ്ഡലത്തിലെ കീഴ്മാട് പഞ്ചായത്തിലൊരു സംഭവമുണ്ടായി. എൻ്റെ ശ്രദ്ധയിലും പെട്ട് ഞാനവിടെ ചെല്ലുവാനിടയായി. അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങൾ അവിടെ നടക്കുകയാണ്. ബാങ്കിലെ ആൾക്കാരും കുടുംബശ്രീ അംഗങ്ങളും ഇവരെല്ലാവരും ഉണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്നുള്ളത് വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് സെൻട്രൽ ബാങ്കിൽ നിന്നും കുറച്ച് തുക എന്ന് പറയുമ്പോൾ 7ഉം 8ഉം 10ഉം 12 ലക്ഷം രൂപ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് കുടുംബശ്രീ അംഗങ്ങളുടെ സംഘത്തിലേക്ക്. ഈ അക്കൗണ്ടുകളിൽ വരുന്ന പൈസ ഇവരിങ്ങനെ വിഡ്രോ ചെയ്ത് അവരുടെ ഖജനാവുകളിൽ അവരുടെ കുടുംബങ്ങളിൽ ഇവരെ മാറ്റുന്ന ഒരവസ്ഥയാണ് ഇന്ന് കാണുവാൻ കഴിഞ്ഞത്. അതുമാത്രമല്ല, 11 കുടുംബ സംഘങ്ങളിലാണ് ഇങ്ങനെ പൈസകൾ മാറി മാറി വന്നത്. ഒരു സംഘത്തിന് പൈസ കൊടുത്ത് ഒരു വായടയ്ക്കാൻ നോക്കി. പക്ഷേ ആ പൈസ അവർക്ക് 6000 രൂപ വെച്ച് കിട്ടിയതെന്നല്ലാതെ ഇവരുടെ വായടയ്ക്കാൻ പറ്റിയില്ല. ഇവരുടെ ചെയർപേഴ്സണും അതുപോലെ തന്നെ ADSമാരും CDSമാരും അറിയാതെ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഭരണകൂടം പോലും അറിയാതെ ഇങ്ങനെയുള്ള അട്ടിമറികൾ നടക്കത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് സത്യം, പരമാർത്ഥമായ സത്യം. എന്തു തന്നെയായിരുന്നാലും ഇത് വിജിലൻസുകാരുടെ കയ്യിലെത്തണം. അവരാണിത് കണ്ടുപിടിക്കണം. ഇതെന്താണ് സംഭവിച്ചത്, ഈ പൈസ ആരൊക്കെയാണ് ഇത് പാകം വെച്ചെടുത്തതെന്നെല്ലാം തെളിയിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുമാത്രമല്ല, ഇതിലെ ബാങ്കിലെ ചെയർമാൻ എന്ന് പറയുന്ന ആൾ, ഇല്ലെങ്കിൽ അതിൻ്റെ സെക്രട്ടറി എന്ന് പറയുന്ന ഒരു മലയാളി പോലുമല്ല, അന്യഭാഷക്കാരനാണ്. അയാൾ ബമ്മനെ ഇരിക്കുന്നതല്ലാതെ അയാൾക്കൊന്നും പറയാൻ അറിയത്തില്ല. അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിയാത്തവനെ പോലെ ഇരിക്കുന്നതാണെന്ന് അറിയത്തില്ല. എന്തായിരുന്നു, ഞാനിന്ന് അവിടെ ചെല്ലുമ്പോൾ ശക്തമായ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവർക്ക് വീഡിയോ എടുത്തത് ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് സംസാരിച്ചു. പക്ഷേ എനിക്ക് നമ്മുടെ ജനമാണ് വലുത്. അപ്പോൾ എനിക്കിത് അറിയിക്കണമെന്ന് തോന്നി. ഇതുപോലെ കേരളത്തിലെ അറിയാത്ത എത്രയോ കുടുംബശ്രീകൾ ഇതുപോലെ സംഭവങ്ങൾ നടക്കുന്നുണ്ടാവാം, ഇല്ലെങ്കിൽ വേറൊരു രീതിയിൽ തട്ടിപ്പുകൾ നടക്കുന്നുണ്ടാവാം. എന്തായിരുന്നാലും ജനങ്ങൾ ഉണരണം, ശക്തമായി തിരിച്ചറിയണം. നമ്മൾ കഷ്ടപ്പെടുന്ന പൈസയാണ്, നമ്മുടെ വിയർപ്പിൻ്റെ ഫലമാണ്. ഇത് കണ്ടവന്മാർ കൊണ്ടുപോയി കഴിക്കേണ്ടതല്ല. അതുമാത്രമല്ല, ഇവിടെ രാഷ്ട്രീയമല്ല നോക്കേണ്ടത്, ഇവിടെ ഒത്തൊരുമയാണ് വേണ്ടത്. ഇതിനുള്ള സത്യം പുറത്തു കൊണ്ടുവരണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതിനായി ഞാനും പരിശ്രമിക്കുന്നതാണ്. നിങ്ങൾ ഓരോരുത്തരും ഇത് വിജിലൻസിൻ്റെ കയ്യിലെത്തുന്നവരെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇതിൽ ആരൊക്കെയാണ് കുറ്റക്കാർ അവരെ ഒന്നും വിടാൻ പാടില്ല. അവർക്കെല്ലാം തക്കതായ ശിക്ഷ കൊടുക്കണം. നല്ലൊരു ഭരണം വരണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത്രയും അഴിമതി നടക്കുന്നുണ്ടെങ്കിൽ ഇന്നും ഇന്നലെയല്ല, എത്രയോ നാൾ കൊണ്ട് നടക്കുന്നുണ്ടാകും. ഏതെല്ലാം രീതിയിൽ ഇവർ അഴിമതി നടത്തുന്നുണ്ടാകും, ഇവരുടെ ഖജനാവുകൾ നിറയ്ക്കുന്നുണ്ടാവും എന്നുള്ളത് ഈ ഒരു വിഷയത്തിൽ തന്നെ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായിരുന്നാലും നിങ്ങളിത് ഉപേക്ഷ വിചാരിക്കരുത്. ഇത് ഷെയർ ചെയ്യണം, എല്ലാ ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.